എല്ലാ പേർക്കും പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +2 ബയോളജിയിൽ സുവോളജിയിൽ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഇന്ന് തുടങ്ങാൻ പോകുന്നത്, ഇന്ന് പഠിച്ചു തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ്റെ ഇപ്പോൾ നമുക്കെല്ലാം അറിയാം, ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറയുന്നത് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസംസ് ആണ്, അറിയാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഈ ഹ്യൂമൻ ബീയിങ്സിൻ്റെ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റുകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ഇവൻറ്റുകളാണ് ഈ റീപ്രൊഡക്ഷനിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നോക്കൂ, 1 ഗ്യാമറ്റോജനസിസ്, 2 ഇൻസെമിനേഷൻ, 3 ഫെർട്ടിലൈസേഷൻ, ബ്ലാസ്റ്റുലേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാർച്ചുറേഷൻ. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത് ഗ്യാമറ്റോജനസിസ്, ഇൻസെമിനേഷൻ, ഫെർട്ടിലൈസേഷൻ, ബ്ലാസ്റ്റുലേഷൻ, ഇംപ്ലാന്റേഷൻ, ജസ്റ്റേഷൻ, പാർച്ചുറേഷൻ. അപ്പോൾ ഗ്യാമറ്റോജനസിസ് എല്ലാവർക്കും അറിയാം, എന്താ അവിടെ നടക്കുന്നത്. അവിടെ ഗ്യാമീറ്റ്സിൻ്റെ ഫോർമേഷനാണ് നടക്കുന്നത് അല്ലേ. സ്പെർമാറ്റോജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ സ്പേംസും, ഊജനസിസ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ ഓവവും പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതായത് മിയോസിസിലൂടെ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു സാധാരണ 46 ക്രോമസോമാണ് ഹ്യൂമൻ ബീങ്സിൻ്റെ, 46 ക്രോമസോമാണ് എല്ലാ സെല്ലിലും ഉള്ളത്. പക്ഷേ റീപ്രൊഡക്റ്റീവ് കോശങ്ങളിൽ, സെക്സ് സെൽസിൽ എന്താണുള്ളത്, 23 ക്രോമസോംസ് ആണ് ഉള്ളത്. അങ്ങനെ 23 ക്രോമസോംസ് ഉണ്ടാകണമെങ്കിൽ അവിടെ മിയോസിസ് ആണ് നടക്കേണ്ടത്. അങ്ങനെ മിയോസിസ് നടന്നാണ് ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്നത്. നമ്മൾ പിന്നീട് വിശദമായിട്ട് ഗ്യാമറ്റോജനസിസ് പഠിക്കും. അപ്പോൾ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്, അതാണ് ഗ്യാമറ്റോജനസിസ്. 2 ഇൻസെമിനേഷൻ. ഇൻസെമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് മെയിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ സ്പേംസ് ഇൻറ്റു ദി ഫീമെയിൽ ജെനിറ്റൽ ട്രാക്റ്റ്, അതാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ഫീമെയിൽസിൻ്റെ ജെനിറ്റൽ ട്രാക്റ്റിലേക്ക് സ്പേംസിനെ ട്രാൻസ്ഫർ ചെയ്യുക, അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുക, അതാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. 3 എന്താണ്, ഫെർട്ടിലൈസേഷനാണ്. ഫെർട്ടിലൈസേഷൻ അറിയാം അല്ലേ, മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും കൂടി ഫ്യൂസ് ചെയ്ത് എന്തുണ്ടാകും, സൈഗോട്ട് ഉണ്ടാകും. അതായത് ഹാപ്ലോയിഡ് മെയിൽ ഗ്യാമേറ്റും ഹാപ്ലോയിഡ് ഫീമെയിൽ ഗ്യാമേറ്റും സ്പേമും ഓവവും കൂടി ഫ്യൂസ് ചെയ്ത് ഡിപ്ലോയിഡ് ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാകുന്ന പ്രോസസ്സാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അടുത്ത എന്താണ്, ബ്ലാസ്റ്റുലേഷൻ. അതായത് ഈ സൈഗോട്ടിന് പിന്നീട് ഉണ്ടാകുന്ന ചേഞ്ച്, അതായത് സൈഗോട്ട് ക്ലീവേജ് എന്ന് പറയുന്ന അതായത് മൈറ്റോസിസ് ഡിവിഷൻ പോലെ ക്ലീവേജ് എന്ന് പറയുന്ന ഒരു ഡിവിഷന് വിധേയമായിട്ട് പിന്നീട് അവിടെ ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ, ഒരു മൾട്ടി സെല്ലുലർ സൈഗോട്ട് എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് സൈഗോട്ടാണ്, സിംഗിൾ സെല്ലായിരിക്കും. ഈ സിംഗിൾ സെൽഡ് സൈഗോട്ടിന് ക്ലീവേജ് സംഭവിച്ച് മൾട്ടി സെല്ലുലർ ആയിട്ടുള്ള ബ്ലാസ്റ്റോസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഫോം ചെയ്യും, അതാണ് ബ്ലാസ്റ്റുലേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ പിന്നെയും കുറച്ച് ചേഞ്ചസ് ഒക്കെ നടന്ന് ഈ ബ്ലാസ്റ്റോസിസ്റ്റിനെ ഫീമെയിൽസിൻ്റെ യൂട്രസിൻ്റെ വാളിൽ ഫിക്സ് ചെയ്യുന്നതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഫീമെയിൽസിൻ്റെ അതായത് ഇത് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ഫീമെയിലിൻ്റെ ഫലോപ്പിയൻ ട്യൂബ്യൂളിനകത്ത് വെച്ചാണ്. അവിടെ വെച്ചാണ് ഈ സൈഗോട്ടൊക്കെ ഉണ്ടായി ബ്ലാസ്റ്റോസിസ്റ്റൊക്കെ ആയി കഴിഞ്ഞതിന് ശേഷം യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്നു, അതായത് യൂട്രസിൽ ഫിക്സ് ചെയ്യുന്നതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഫിക്സിങ് ഓഫ് ദിസ് ബ്ലാസ്റ്റോസിസ്റ്റ് ഇൻ ടു ദി ഫീമെയിൽ യൂട്രൈൻ വാൾ, അതാണ് ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതിനുശേഷം അവിടെ ഇരുന്നിട്ടുള്ള പിന്നീട് എംബ്രിയോയുടെ ഡെവലപ്മെൻ്റ് ആണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. അതായത് അവിടെ ആക്ച്വലി ആ ഒരു ഗർഭകാലം അവിടെ നടക്കുന്നു, അതായത് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്, അതാണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്, അതാണ് ജസ്റ്റേഷൻ. ഇംപ്ലാന്റ് ചെയ്തതിന് ശേഷം നടക്കുന്ന ഡെവലപ്മെൻറ്റ്, എംബ്രിയോയുടെ ഡെവലപ്മെൻറ്റ്, അതാണ് ജസ്റ്റേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത് ബർത്ത് ഓഫ് ബേബിയുടെ ബർത്ത് എന്ന് പറഞ്ഞാൽ പ്രസവം, അതാണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്തൊക്കെയാണ്, ഗ്യാമറ്റോജനസിസ്, ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ്, ഇൻസെമിനേഷൻ, ട്രാൻസ്ഫർ ഓഫ് സ്പേംസ് ഇൻ ടു ഫീമെയിൽ ജെനിറ്റൽ ട്രാക്ട്, fertilization, fusion of male and female sperm and ovum,
then formation of blastocyst, then attachment of blastocyst into the uterine wall, implantation, then embryonic development, gestation, and finally parturition, that is birth of baby. ഇത്രയുമാണ് events, reproductive events. മെയിലും മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഇവൻസുകൾ തമ്മിൽ കുറേ വ്യത്യാസം പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണമായിട്ട് സ്പേം ഫോർമേഷൻ എന്ന് പറയുന്നത് മെയിൽസിലാണല്ലോ നടക്കുന്നത്. സ്പേം ഫോർമേഷൻ എന്ന് പറയുന്നത് അത് അവരുടെ ലൈഫ് ടൈമിലുടനീളം ഈ സ്പേം ഫോർമേഷൻ നടക്കുന്നുണ്ട്. അതായത് ഓൾഡ് മാനിൽ പോലും സ്പേം ഫോർമേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓവത്തിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഏജ് വരെയേ ഫീമെയിൽസിൽ കാണത്തുള്ളൂ. അറൗണ്ട് 50 years ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഓവത്തിൻ്റെ ഫോർമേഷൻ സീസ് ചെയ്യപ്പെടും, അതായത് നിൽക്കും. അതാണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. സ്പേം ഫോർമേഷൻ എപ്പോഴാണ് കണ്ടിന്യൂസ് ഈവൻ ഇൻ ഓൾഡ് മാൻ, വയസ്സായാൽ പോലെ സ്പേം ഫോർമേഷൻ ഉണ്ടാകും. ഫീമെയിൽസിൽ മെനോപോസ് എന്ന് പറയുന്ന ആർത്തവ വിരാമത്തോടു കൂടി ഓവത്തിൻ്റെ പ്രൊഡക്ഷൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ് പഠിക്കുന്നത്. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ശരിക്കും എന്താണ്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നിങ്ങളെല്ലാവരും ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ് along with accessory ducts, glands and external genitalia. അപ്പോൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അത് പെൽവിക് റീജിയനിലാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കൺസിസ്റ്റ് ചെയ്തിരിക്കുന്നത് പെയർ ഓഫ് ടെസ്റ്റിസ്, ആക്സസറി ഡക്റ്റ്, ആക്സസറി ഗ്ലാൻസും പിന്നെ എക്സ്റ്റേണൽ ജെനിറ്റാലിയും. ഇത്രയും ചേർന്നതാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം അതിൻ്റെ ഡയഗ്രാംസ് ഒക്കെ മാർക്ക് ചെയ്യാനായിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്, പഠിച്ചോളണം. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഈ ടെസ്റ്റിസ് എവിടെയാണ് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്? ഔട്ട്സൈഡ് ദി അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് വെളിയിലായിട്ടാണ് ടെസ്റ്റിസ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു പൗച്ചിൽ, ഒരു സ്കിൻ കൊണ്ടുള്ള ഒരു പൗച്ചിലാണ്, സ്ക്രോട്ടം എന്ന് പറയുന്ന ഒരു പൗച്ചിലാണ് ടെസ്റ്റിസ് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് വെളിയിലായിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ സ്ക്രോട്ടത്തിനകത്ത് അബ്ഡോമിനൽ ക്യാവിറ്റിക്ക് വെളിയിലായിട്ട് ഈ ടെസ്റ്റിസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്? കാരണം നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനെക്കാട്ടിലും കുറച്ചും കൂടെ ഒരു 2 മുതൽ 2.5 ഡിഗ്രി സെൽഷ്യസ് ലോവർ ആയിരിക്കും ഈ സ്ക്രോട്ടത്തിനകത്തുള്ള ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം സ്പേമിൻ്റെ ഫോർമേഷനും മെയിൻ്റനൻസിനും ആ ലോവർ ടെമ്പറേച്ചർ വളരെ നെസസറിയാണ്. അപ്പോൾ ഇന്റേണൽ ബോഡി ടെമ്പറേച്ചറിനേക്കാളും ലോവർ ആയിരിക്കും സ്ക്രോട്ടത്തിനകത്തുള്ള ടെമ്പറേച്ചർ. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്സൈഡ് ദി ബോഡി അബ്ഡോമിനൽ ക്യാവിറ്റി ഈ സ്ക്രോട്ടത്തിനകത്ത് ടെസ്റ്റിസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഈ ടെസ്റ്റിസിനകത്ത്, ഓരോ ടെസ്റ്റിസിനകത്തും ടെസ്റ്റിസിനെ പിന്നെ ട്യൂണിക്ക, ആൽബുജീനിയ എന്നൊക്കെ പറയുന്ന ഒരു കവറിങ് കൊണ്ടൊക്കെ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടെസ്റ്റിസിനകത്ത് തന്നെ കുറേ, അതായത് ഏകദേശം 250 കമ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും. ടെസ്റ്റിസ് ഈസ് covered with a dense covering. Each testis has about 250 compartments called testicular lobules. ഇപ്പോൾ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയുന്ന ഏകദേശം 250 കമ്പാർട്ട്മെന്റുകൾ ഈ ഓരോ ടെസ്റ്റിസിനകത്തും ഉണ്ടായിരിക്കും. ഇനി ഓരോ ടെസ്റ്റിക്കുലാർ ലോബ്യൂളിലും 1 മുതൽ 3 വരെ ഹൈലി കോൾഡ് ആയിട്ടുള്ള ചില ട്യൂബ്യൂൾസ് ഉണ്ടായിരിക്കും. ആ ട്യൂബ്യൂൾസിനെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ടെസ്റ്റിസിൻ്റെ സെക്ഷനാണ്. ഇതിനകത്തുള്ള ടെസ്റ്റിക്കുലർ ലോബ്യൂൾസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ടെസ്റ്റിക്കുലർ ലോബ്യൂൾസിൽ 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും, ചില ട്യൂബ്യൂൾസ് ഉണ്ടായിരിക്കും. അതിനെയാണ് സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്ത് അതിൻ്റെ ഇന്നർ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് 2 ലെയറിലുള്ള സെൽസുകൾ ഉണ്ടായിരിക്കും. അതായത്
പറഞ്ഞ് മനസ്സിലായല്ലോ. ഓരോ സെമിനിഫറസ് ട്യൂബ്യൂൾസും ലൈൻ ചെയ്തുകൊണ്ട് അതിൻ്റെ ഇന്നർ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് 2 ടൈപ്സ് ഓഫ് സെൽസ് കാണും. അതിനെയാണ്, അതായത് ഒരെണ്ണം മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയ എന്ന് പറയും, പിന്നെ ഒന്ന് സെർട്ടോളി സെൽസ്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ടെസ്റ്റിസിനകത്ത് പിന്നെ 250 കമ്പാർട്ട്മെന്റ്സ് കാണും. അതിനെ ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസ് എന്ന് പറയും. ടെസ്റ്റിക്കുലാർ ലോബ്യൂൾസിനകത്ത് ഓരോ ലോബ്യൂളിലും കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് 1 മുതൽ 3 വരെ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ട്യൂബ്യൂൾസ് ഉണ്ടായിരിക്കും. അതിനെയാണ് എന്ത് പറയുന്നത്? സെമിനിഫറസ് ട്യൂബ്യൂൾസ് എന്ന് പറയുന്നത്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന്റെ ഇന്നർ സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് 2 ടൈപ്സ് ഓഫ് സെൽസ് ഉണ്ട്. അതാണ് ഒന്ന് മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയൽ സെൽസ്, പിന്നെയുള്ളത് സെർട്ടോളിക് സെൽസ്. ഈ മെയിൽ ജേം സെൽസ് അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയമാണ് മിയോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് ലാസ്റ്റിൽ സ്പേംസ് ഫോമേഷൻ സ്പേംസ് ഉണ്ടാകുന്നത്. അപ്പം മെയിൽ ജേം സെൽസ് ആണ് സ്പേംസ് ഫോം ചെയ്യുന്നത്. സെർട്ടോളി സെൽസ് എന്താണ് ചെയ്യുന്നത്? സെർട്ടോളി സെൽസ് ഈ ജേം സെൽസിന് ന്യൂട്രിഷൻ, അതായത് അവർ നഴ്സ് സെൽസ് ആണ്, നറിഷ്മെന്റ് കൊടുക്കുന്ന, പോഷകങ്ങൾ കൊടുക്കുന്ന സെല്ലുകളാണ് സെർട്ടോളി സെൽസ്. അപ്പോൾ സെമിനിഫറസ് ട്യൂബിൾസിനകത്ത് 2 ടൈപ്പിലുള്ള സെൽസ് ഉണ്ട്. ജേം സെൽസും ഉണ്ട്, അല്ലെങ്കിൽ സ്പെർമാറ്റോഗോണിയൽ സെൽസും ഉണ്ട്, സെർട്ടോളി സെൽസും ഉണ്ട്. ഈ ജേം സെൽസ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. സെർട്ടോളി സെൽസ് ജേം സെൽസിന് ആവശ്യമായിട്ടുള്ള നറിഷ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിന് പുറത്ത് റീജിയൻസ് ഔട്ട്സൈഡ് ദി സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതിനെയാണ് ഇന്റർസ്റ്റീഷ്യൽ സ്പേസസ് എന്ന് പറയുന്നത്. ഈ ഇന്റർസ്റ്റീഷ്യൽ സ്പേസസിൽ ചെറിയ ബ്ലഡ് വെസൽസും ഉണ്ടായിരിക്കും. മറ്റ് ചില സെൽസുകൾ കാണും. ആ സെല്ലുകളുടെ പേരാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ലേഡിക് സെൽസ് എന്ന് പറയും. ഈ ലേഡിക് സെൽസ് ആണ്. അപ്പോൾ ഈ ലേഡിക് സെൽസ് എന്താണ്? സെമിനിഫറസ് ട്യൂബ്യൂൾസിന് ഔട്ട്സൈഡ് ആയിട്ട് കാണപ്പെടുന്ന സ്പേസിൽ കാണപ്പെടുന്ന സെല്ലുകളാണ് ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ലേഡിക്സ് അല്ലെങ്കിൽ ലേഡിക് സെൽസ് എന്ന് പറയുന്നത്. ഇത് എന്താണ്? ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് ആയ ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യും. ടെസ്റ്റോസ്റ്റിറോൺ, ആൻഡ്രോജൻസിന് എക്സാമ്പിൾ ആണല്ലോ ടെസ്റ്റോസ്റ്റിറോൺ. അത് സെക്രീറ്റ് ചെയ്യുന്നത് ഈ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ലേഡിക് ആണ്. ആൻഡ്രോജൻ എന്ന് പറയുന്ന ടെസ്റ്റിക്കുലാർ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയുമാണ്. ടെസ്റ്റിസിനകത്ത് ലോബ്യൂൾസ് ഉണ്ട്. അതിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ്, അതിനകത്തുള്ള 2 ടൈപ്പിലുള്ള സെൽസ്, ജേം സെൽസ്, സെർട്ടോളി സെൽസ്. ജേം സെൽസ് സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, സെർട്ടോളി സെൽസ് നറിഷ്മെന്റ് കൊടുക്കുന്നു. അടുത്ത് നമ്മൾ മെയിൽ സെക്സ് ആക്സസറി ഡക്ട്സ് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. മെയിൽ സെക്സ് ആക്സസറി ഡക്ട്, ഇപ്പോൾ ടെസ്റ്റിസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. പിന്നെ എന്തൊക്കെയാണെന്ന് ഓർമ്മയുണ്ടല്ലോ? സെമിനിഫറസ് ട്യൂബ്യൂൾസ്, പിന്നെ മെയിൽ ജേം സെൽസ്, സെർട്ടോളി സെൽസ്, പിന്നെ ഇന്റർസ്റ്റീഷ്യൽ സെൽസ് സ്പേസസ്, അവിടെയുള്ള സെൽസ്, ഇന്റർസ്റ്റീഷ്യൽ സെൽസ് ഓഫ് ലേഡിക്, ഹോർമോൺസ് ടെസ്റ്റ് ചെയ്യുന്നു, ആൻഡ്രോജൻ സെക്രീറ്റ് ചെയ്യുന്നു ഒക്കെ പറഞ്ഞു. ഇനി മെയിൽ സെക്സ് ആക്സസറി ഡക്റ്റ് ആണ്. അതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, പിന്നീട് എപ്പിഡെഡിമിസ്, വാസ് ഡെഫറൻസ്, പിന്നീട് ഫൈനലി പിന്നെ ഇജാക്കുലേറ്ററി ഡക്റ്റ്, ഇങ്ങനെ പോകും. അപ്പോൾ ഇത്രയും ഇത് മെയിൽസിൻ്റെ സെക്സ് ആക്സസറി ഡക്റ്റാണ്. എന്തൊക്കെയാണ്? ഇൻക്ലൂഡ്സ് മെയിൽ സെക്സ് ആക്സസറി ഡക്റ്റ് ഇൻക്ലൂഡ് റെറ്റി ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡൈഡിമിസ്, വാസ് ഡെഫറൻസ്. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇത് ടെസ്റ്റിസിനകത്ത് സെമിനിഫറസ് ട്യൂബ്യൂൾസ് പിന്നെ അതായത് ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസിനകത്തുണ്ടല്ലോ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള സെമിനിഫറസ് ട്യൂബ്യൂൾസ് ഉണ്ട്. ഈ സെമിനിഫറസ് ട്യൂബ്യൂൾസ് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് വാസ എഫറൻഷ്യയിലേക്കാണ് ഓപ്പൺ ചെയ്യേണ്ടത്. ഇവിടെ വാസ എഫറൻഷ്യ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ വാസ എഫറൻഷ്യയിലേക്ക് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുന്നത് ഈ റെറ്റി ടെസ്റ്റിസ് എന്ന് പറയുന്ന ചില ട്യൂബിലൂടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? സെമിനിഫറസ് ട്യൂബിൾസ് ഓഫ് ടെസ്റ്റിസ് ഓപ്പൺ ഇൻ ടു ദി വാസ എഫറൻഷ്യ ത്രൂ റെറ്റി ടെസ്റ്റിസ്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് വാസ എഫറൻഷ്യയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഏതിലൂടെയാണ് ഓപ്പൺ ചെയ്യുന്നത്? റെറ്റി ടെസ്റ്റിസ് എന്ന് പറയുന്ന ഈ ട്യൂബിലൂടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് ഈ വാസ എഫറൻഷ്യ പിന്നീട് പിന്നെ ഓപ്പൺ ചെയ്യുന്നത് എപ്പിഡെഡിമിസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇതാണ് എപ്പിഡെഡിമിസ്. വാസ എഫറൻഷ്യ ഈ ടെസ്റ്റിസിൽ നിന്നും ലീവ് ചെയ്തിട്ട് അത്
ടെസ്റ്റിസിൽ നിന്ന് വാസ എഫറൻഷ്യ ലീവ് ചെയ്തിട്ട്, ഇതാണല്ലോ വാസ എഫറൻഷ്യ, ലീവ് ചെയ്തിട്ട് എപ്പിഡെഡിമിസിലേക്ക് ഓപ്പൺ ചെയ്യും. ഇത് ടെസ്റ്റിസിൻ്റെ ഈ പോസ്റ്റീരിയർ പാർട്ടിലായിട്ടാണ് എപ്പിഡെഡിമിസ് കാണപ്പെടുന്നത്. ഇനി ഈ എപ്പിഡെഡിമിസ് ലീഡ് ചെയ്യുന്നത് ഈ ട്യൂബിലേക്കാണ്, വാസ് ഡെഫറൻസ് എന്ന് പറയുന്ന ട്യൂബിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ സെമിനിഫറസ് ട്യൂബ്യൂൾസ് റേറ്റ് ടെസ്റ്റിസ് വഴി വാസ എഫറൻഷ്യയിലേക്ക് ഓപ്പൺ ചെയ്തു. വാസ എഫറൻഷ്യ പിന്നെ എപ്പിഡെഡിമിസിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. വാസ എഫറൻഷ്യ ടെസ്റ്റിസിൽ നിന്നും ലീവ് ചെയ്ത് എപ്പിഡെഡിമിസിലേക്ക് ഓപ്പൺ ചെയ്തു. എപ്പിഡെഡിമിസ് പിന്നീട് ഓപ്പൺ ചെയ്യുന്നത് വാസ് ഡെഫറൻസിലേക്കാണ് ഓപ്പൺ ചെയ്യുന്നത്. വാസ് ഡെഫറൻസ്, ഇതാണ് വാസ് ഡെഫറൻസ്. ഈ വാസ് ഡെഫറൻസ് ഇതിപ്പം അബ്ഡോമിനൽ കാവിറ്റിക്ക് വെളിയിൽ ഇങ്ങനെ ടെസ്റ്റിസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ വാസ് ഡെഫറൻസ് അബ്ഡോമിനൽ കാവിറ്റിക്ക് അകത്തേക്ക്, അതായത് പിന്നെ മുകളിലേക്ക്, അബ്ഡോമിനൽ കാവിറ്റിയുടെ മുകളിലേക്ക് അസെൻഡ് ചെയ്യും. അസെൻസ് ടു ദി അബ്ഡോമിനൽ കാവിറ്റി. എന്നിട്ട് നോക്കൂ, ലൂപ്സ് ഓവർ ദി യൂറിനറി ബ്ലാഡർ. ഇതാണ് യൂറിനറി ബ്ലാഡർ. യൂറിനറി ബ്ലാഡറിനെ ക്രോസ് ചെയ്ത് വരും. അപ്പോൾ എന്താണ് പറഞ്ഞത്? വാസ എഫറൻഷ്യ കഴിഞ്ഞു, റേറ്റ് ടെസ്റ്റിസ്, വാസ എഫറൻഷ്യ, എപ്പിഡെഡിമിസ് ഓപ്പൺസ് ഇൻറ്റു വാസ് ഡെഫറൻസ്. ഈ വാസ് ഡെഫറൻസ് അസെൻഡ് ടു ദി അബ്ഡോമിനൽ കാവിറ്റി, അബ്ഡോമിനൽ കാവിറ്റിക്ക് മുകളിലേക്ക് കടന്നിട്ട് ജസ്റ്റ് അങ്ങ് മുകളിലേക്കല്ല, ജസ്റ്റ് യൂറിനറി ബ്ലാഡറിൻ്റെ ആ ഭാഗത്തേക്ക് എൻട്രി ചെയ്തിട്ട് യൂറിനറി ബ്ലാഡറിനെ ക്രോസ് ചെയ്ത് വരും, ലൂപ്പ് ചെയ്ത് വരും. എന്നിട്ട് ഇത് കണ്ടോ, ഇത് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഇവരുടെ തന്നെ ഒരു ആക്സസറി ഗ്ലാൻഡാണ് സെമിനൽ വെസിക്കിൾ. ഈ സെമിനൽ വെസിക്കിളിൻ്റെ ഡക്റ്റുമായിട്ട് ഓപ്പൺ ചെയ്യും. ഡക്റ്റിലൂടെ, അതായത് ഇതിനെ യൂറിനറി ബ്ലാഡറിനെ ക്രോസ് ചെയ്ത് ലൂപ്പ് ചെയ്ത് വന്നിട്ട് ഇത് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡിൻ്റെ ഡക്റ്റുമായിട്ട് ചേർന്നിട്ട് അത് റിസീവ് ചെയ്തിട്ട് ഇത് യൂറത്രയിലേക്കാണ് ഓപ്പൺ ചെയ്യേണ്ടത്. അത് യൂറത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ഇജാക്കുലേറ്ററി ഡക്റ്റ് എന്ന് പറയുന്ന ഒരു ഡക്റ്റായിട്ട് മാറി അത് പിന്നീട് യൂറത്രയിലേക്ക് ഓപ്പൺ ചെയ്യും. യൂറത്ര എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, യൂറിൻ പാസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ട്യൂബാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? വാസ് ഡെഫറൻസ് അബ്ഡോമിനൽ കാവിറ്റിയിലേക്ക് അസെൻഡ് ചെയ്തിട്ട് യൂറിനറി ബ്ലാഡറിനെ ക്രോസ് ചെയ്തു, ലൂപ്പ് ചെയ്തു. എന്നിട്ട് സെമിനൽ വെസിക്കിൾ എന്ന് പറയുന്ന ഈ ഗ്ലാൻഡിൻ്റെ ഡക്റ്റുമായിട്ട് ചേർന്ന് അത് യൂറത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ യൂറത്രയിലേക്ക് ഓപ്പൺ ചെയ്യുന്നു. എന്തായിട്ടാണ്? ആസ് ഇജാക്കുലേറ്ററി ഡക്റ്റ്. ഈ ഡക്റ്റാണ് സ്പേമിനെ സ്റ്റോർ ചെയ്യുകയും ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നത്. അതായത് ടെസ്റ്റിസിൽ നിന്നും വരുന്ന സ്പേംസ്, ടെസ്റ്റിസിൽ ആണല്ലോ സ്പേംസ് ഉണ്ടാകുന്നത്, അത് ഇതിലൂടെ വന്നിട്ട് ഈ ഇജാക്കുലേറ്ററി ഡക്റ്റിൽ വന്ന് സ്റ്റോർ ചെയ്യും. എന്നിട്ട് അത് അവിടെ നിന്നുമാണ് അത് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻസെമിനേഷൻ്റെ സമയത്ത് ഇത് ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെയാണ് അത് പുറത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. പിന്നെ ഈ യൂറിനറി ബ്ലാഡറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന യൂറത്ര, അത് ഇവിടെ യൂറത്രൽ മീറ്റസ് എന്ന് പറയുന്ന ഒരു എക്സ്റ്റേണൽ ഓപ്പണിംഗ് ഉണ്ട്, അതിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. അത് ഈ പെനിസിലൂടെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പോൾ യൂറിനറി ബ്ലാഡറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന യൂറത്ര ഈ പെനിസിലൂടെ യൂറത്രൽ മീറ്റസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഓപ്പണിംഗിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പെനിസ് എന്ന് പറയുന്നതാണ്, ഇതാണ് പെനിസ്. പെനിസ് എന്ന് പറയുന്നതാണ് മെയിൽ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പോൾ പെനിസാണ് മെയിൽസിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അപ്പോൾ ഇതിലൂടെ ടെസ്റ്റിസിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്പേംസ് ഇതിലൂടെയൊക്കെ വന്ന് ഇതിനെ കറങ്ങി വാസ് ഡെഫറൻസിലൂടെ വന്ന് യൂറിനറി ബ്ലാഡറിനെ ക്രോസ് ചെയ്ത് സെമിനൽ വെസിക്കിളിൻ്റെ ഡക്റ്റുമായിട്ടൊക്കെ ചേർന്നിട്ട് ശരിക്കും ഈ സ്പേംസ് ഇജാക്കുലേറ്ററി ഡക്റ്റിലൂടെ യൂറത്രൽ മീറ്റസ് വഴിയാണ് പുറത്തേക്ക്. യൂറത്രൽ മീറ്റസ് എന്ന് പറയുന്നതാണല്ലോ യൂറത്രൽ മീറ്റസ്, ഇറ്റ് ഈസ് ദി എക്സ്റ്റേണൽ ഓപ്പണിംഗ്. അതിലൂടെയാണ് പുറത്തേക്ക് പോകേണ്ടത്. അത് ഏതിലൂടെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്? അതായത് യൂറിനറി ബ്ലാഡറിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്തിട്ട് അത് പെനിസിലൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് യൂറത്രൽ മീറ്റസ് എന്ന് പറയുന്ന എക്സ്റ്റേണൽ ഓപ്പണിങ്ങിലേക്ക് അത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ യൂറത്ര വഴിയാണ് മെയിൽസിൻ്റെ യൂറിനും പാസ് ചെയ്ത് പോകുന്നത്, സ്പേമും പാസ് ചെയ്ത് പോകുന്നത്. കോമൺ ആയിട്ട് യൂറിനും
സ്പേമും പാസ് ചെയ്ത് പോകുന്നത് ഈ യൂറത്രയിലൂടെയാണ്. പറഞ്ഞു വന്നത് പെനിസ് എന്ന് പറയുന്നതാണ് മെയിൽസിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയ. അതൊരു പ്രത്യേകതരം ടിഷ്യൂ കൊണ്ടാണ് ഈ പെനിസ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. അത് ഇൻസെമിനേഷൻ്റെ സമയത്ത് പെനിസിനെ ഇറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്നത് ഈ ഒരു പ്രത്യേകതരം ടിഷ്യൂ ആണ്. പിന്നെ ഈ പെനിസിൻ്റെ ഈ ഒരു എൻലാർജ്ഡ് എൻഡ് ഉണ്ട്, അതിനെ പറയുന്നത് ഗ്ലാൻസ് പെനിസ് എന്നാണ് പറയുന്നത്. എൻലാർജ്ഡ് എൻഡ് ഓഫ് പെനിസ്, അതിനെയാണ് ഗ്ലാൻസ് പെനിസ് എന്ന് പറയുന്നത്. ഈ ഗ്ലാൻസ് പെനിസ് കവർ ചെയ്തിട്ടുള്ള ഒരു ഫോൾഡ് ഓഫ് സ്കിൻ ഉണ്ട്, അതിനെ ഫോർ സ്കിൻ അല്ലെങ്കിൽ പെർപ്യൂസ് എന്ന് പറയും. അപ്പോൾ പെനിസ് എന്ന് പറയുന്നത് ഒരു മെയിൽസിൻ്റെ എക്സ്റ്റേണൽ ജെനിറ്റാലിയാണ്. അതിലൂടെയാണ് സ്പേംസ് പുറത്തേക്ക് പോകുന്നത്, യൂറത്രൽ മീറ്റസ് വഴി പുറത്ത് ഇൻസെമിനേഷൻ്റെയിലൂടെ പുറത്ത് പോകുന്നത്. അപ്പോൾ ഈ പെനിസിൻ്റെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ടിഷ്യൂ ആണ്. എന്തിന് സഹായിക്കുന്നു? ഇറക്ഷന് സഹായിക്കുന്നതാണ്. ഇൻസെമിനേഷൻ്റെ സമയത്ത് പെനിസ് ഇറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ആ ടിഷ്യൂ ആണ്. പെനിസിൻ്റെ എൻലാർജ്ഡ് എൻഡിനെ പറയുന്ന ഗ്ലാൻസ് പെനിസ് എന്നാണ് പറയുന്നത്. അത് കവർ ചെയ്തിട്ടുള്ള ആ ഒരു ഗ്ലാൻസ് പെനിസിനെ കവർ ചെയ്തിട്ടുള്ള ലൂസ് ഫോൾഡ് ഓഫ് ടിഷ്യൂ ആണ് പെർപ്പീസ് അല്ലെങ്കിൽ ഫോർ സ്കിൻ എന്ന് പറയുന്നത്. പിന്നെ ഈ ഇവരുടെ മെയിൽ ആക്സസറി ഗ്ലാൻസിനെ കുറിച്ചാണ് ഇനി പറയാനുള്ളത്. മെയിൽ ആക്സസറി ഗ്ലാൻസ് കൺസിസ്റ്റ് ചെയ്തിട്ടുള്ളത്, ഇവർക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ സെമിനൽ വെസിക്കിളിൻ്റെ ഡക്റ്റുമായിട്ട് വാസ് ഡെഫറൻസ് ജോയിൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ സെമിനൽ വെസിക്കിൾ ഒരു ആക്സസറി ഗ്ലാൻഡാണ്. പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ഉണ്ട്, പിന്നെ പെയേർഡ് ബൾബോ യൂറത്രൽ ഗ്ലാൻസ് ഉണ്ട്. അപ്പോൾ ആക്സസറി ഗ്ലാൻസ് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? സെമിനൽ വെസിക്കിൾ, പെയേർഡ് സെമിനൽ വെസിക്കിൾ, പിന്നെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, ബൾബോ യൂറത്രൽ ഗ്ലാൻഡ്. ഇതിൻ്റെ എല്ലാം കൂടി സെക്രീഷൻസിനെയാണ് സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. ഈ സെമിനൽ പ്ലാസ്മയിൽ ഫ്രക്ടോസ്, കാൽഷ്യം, പിന്നെ മറ്റ് എൻസൈംസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ സെക്രീഷൻസ്, ബൾബോ യൂറത്രൽ ഗ്ലാൻഡ്സ്, ഇതെല്ലാത്തിൻ്റെയും സെക്രീഷൻസിനെ കൂടി പറയുന്ന ഇതെല്ലാം കൂടി, അതായത് സെക്രീഷൻസ് ഓഫ് ബൾബോ യൂറത്രൽ ഗ്ലാൻഡ്, ഇതെല്ലാം പെനിസിൻ്റെ ലൂബ്രിക്കേഷന് സഹായിക്കുന്നതാണ്. കൂടാതെ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൻ്റെ സെക്രീഷനൊക്കെ സ്പേംസിൻ്റെ മൂവ്മെൻറ്റിനും ഒക്കെ സഹായിക്കും. പിന്നെ ഫ്രക്ടോസ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതുമൊക്കെ സ്പേംസിന് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെക്രീഷൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? സെമിനൽ പ്ലാസ്മ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? സെക്രീഷൻസ് ഓഫ് ദീസ് ഗ്ലാൻഡ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് സെമിനൽ പ്ലാസ്മ. അതിന് ഫ്രക്ടോസ്, ഈ ഫ്രക്ടോസ് എന്ന് പറയുന്നത് ശരിക്കും ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഈ സെമിനൽ പ്ലാസ്മയിൽ, സെമനിൽ മാത്രമേ കാണത്തുള്ളൂ ഈ ഫ്രക്ടോസ്. അതുകൊണ്ടാണ് ഈ റേപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഈ ഫ്രക്ടോസിൻ്റെ സാന്നിധ്യമാണ് അത് മനസ്സിലാക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ.